നോർമലി അവനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പോൾ വേറെ എനിക്കറിയില്ലല്ലോ ഇവര് റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ്. സൈത്തൂൻ ഇൻ്റർനാഷണൽ ക്യാമ്പസിലാണ്. ഈ ഒരു മുഖമൊക്കെ ഓർമ്മ ഉണ്ടോ? ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അത് ടൈം കിട്ടിയില്ലേനു ഉമ്മ. ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. ഉമ്മക്ക് ഉപ്പൊക്കെ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉമ്മക്ക് ഉപ്പൊക്കെ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കരയല്ലേ? ഞാന് സ്കെച്ചും ചെയ്ത് രാവിലെ നേരത്തെ എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി കുറെ ദുആവും ചെയ്തു. കൊറേ ദുആ ചെയ്തു. സ്കെച്ച് അങ്ങനെ കൊട്ടാരം ഉണ്ടായി വരും. ഹാക്കായിട്ട് തന്നെ കൊറേ ഒരു വാതിൽ തന്നെ ഉണ്ട് സ്വർഗത്തിലെന്നാ പറഞ്ഞ. പതിവായി നിസ്കരിക്കണവർക്ക് അപ്പോൾ നമ്മളെ ഹാനിമോൻ്റെ ഉമ്മച്ചിയാണ്. ആ ഫോൺ ചെയ്തതിൽ സംസാരിക്കണ ഉമ്മച്ചിയാണ് കൂടെ ഉള്ളത്. പിന്നെ ഉപ്പയുണ്ട് കൂടെ. പിന്നെ ഒരു അനിയത്തി അല്ലായിരുന്നേ? ആ ചെറുതാണ് അല്ലേ? ആ, ഇന്ന് ഇവിടെ വരാണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പനിയൊക്കെ ആയിട്ട് ഇതാവുന്ന അങ്ങനെ വന്നതല്ല ശരിക്കും മോനെ? ഔട്ടിംഗ് ആണ്. ഞായറാഴ്ച ആണെങ്കിൽ നമുക്ക് 2 മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടുപോയിട്ട് 6 മണിക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ഇത് ഇന്നലെ ഈ ആകാമ്പ് ഉണ്ടായതുകൊണ്ട് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോടാണ്. കോഴിക്കോട് മാങ്കാവിലല്ലേ വീട്? അരീക്കാട്. മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അവസരത്തിൽ. എന്താണ് ഉമ്മച്ചിക്ക് പറയാനുള്ളത്? ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു ഫോൺ കോള്. അവന് ഡെയിലി വിളിക്കാറുണ്ട്. അപ്പൊ ഈ ക്യാമ്പ് അതിനെ കൊണ്ട് ഇനി 4 ദിവസം വിളിക്കൂല എന്ന് ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു. 4 ദിവസം ഫോണും കോളൊന്നും ഇല്ലാതെയാണ് പള്ളിയിൽ ശരിക്കും അല്ലേ? അപ്പോൾ വ്യാഴാഴ്ചൻ്റെ അന്ന് രാത്രി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഇത് കഴിയുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കൂലല്ലോ അങ്ങനെ നിന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഏത് സമയത്താണ് വിളിക്കണത്? രാവിലെയാണോ? ഇല്ല, വൈകിട്ടാണ് വിളിക്കുന്നത്. വൈകിട്ട് ഒരു 4 മണി 4:30 ആ ടൈമിലാണ്. ഫോൺ എടുത്തു. ആദ്യം നോർമലി സംസാരിച്ചു. നോർമലി അവനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പോൾ വേറെ എനിക്കറിയില്ലല്ലോ ഇവര് റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എന്ന് അറിയില്ല. ഞാനൊരു ഉമ്മ എന്നുള്ള ലെവലിൽ കുട്ടീനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. പക്ഷെ ഈ വികാര നിർഭരാവനായിട്ടുള്ള ഒരു സന്ദർഭം എന്താ ഉണ്ടായത്? ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സ്വർഗം പണിതിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അല്ലേ? ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ്. കാരണം ഓനെ ഞാനും കൂടി കരഞ്ഞ പ്രശ്നമാവല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതെക്കാൻ. പക്ഷെ ആ സമയം കൈവിട്ടുപോയി. പള്ളിയിലാണ്, ജുമാ കഴിഞ്ഞ ടൈമാണ്. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടാണോ സന്തോഷാണോ? ഒരു പക്ഷേ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ പഠിച്ചോ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപാട്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരുന്ന പിന്നെ കണ്ടിട്ടില്ല. അതാണ് തികച്ചും എന്താ പറയുക യാദൃശികമാണ്. വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഹാനി അറിയില്ല അല്ലേ? കണ്ടിട്ടില്ല. ഔട്ടായതും കണ്ടിട്ടില്ല. ഒരു മാം ഇവിടുന്ന് വിളിച്ചപ്പോ എനിക്ക് കാണിച്ചു തരുന്ന ഈ 1.6 മില്യൺ വ്യൂവേഴ്സ് 20 ലക്ഷം ലൈക്ക് ഒക്കെ. അത് സൈത്തൂന്റെ പേജിൽ തന്നെയാണ് പോയത്? സൈത്തൂന്റെ പേജിൽ തന്നെ. വീഡിയോ എടുത്ത ആള് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവരാ ഇവിടെ പുറത്തു പോയതാണ്. വന്നിട്ട് അവനെ വിളിക്കാം. പിന്നെ അതേപോലെ ഈ ഒരു സമയത്ത് അവിടെ കുടുംബത്തിലോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ? അറിഞ്ഞിട്ടില്ല. ശനിയാഴ്ചന്റെ അന്ന് ഇതേപോലെ 9 മണിക്കായിണ്ട്. ഫോണിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നേ. അവരെ ഫാമിലി ഗ്രൂപ്പില് കാര്യങ്ങൾ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കിയില്ല. പിന്നെ ഓരോരുത്തർ വിളിക്കുന്ന മെസ്സേജ് ചെയ്യുന്ന മോനുണ്ട്. ഫാരിസ്. എവിടെ വർക്ക് ചെയ്യണേ? അൽഹിന്ദ് ട്രാവൽസിൽ. 2 മക്കളാണ്. പ്രോപ്പർ സ്ഥലം അവിടെ തന്നെയാണോ? അരീക്കാടൻ. ഓക്കെ. അങ്ങനെ പറഞ്ഞെടുത്തോളി. അങ്ങനെ അപ്പൊ മെസ്സേജ് ഫോൺ കോളും കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ സൈത്തൂന്റെ പേജിലാണെന്ന് പറഞ്ഞ് അങ്ങനെ പേജ് നോക്കിയപ്പോ പേജിൽ കണ്ട്
അപ്പോൾ പേജിൽ ഇട്ടപ്പോഴും തന്നെ പിന്നെ ഏതോ ബുറസൂല് പറഞ്ഞൊരു ചാനൽ അത് റീഷെയർ ചെയ്ത് കണ്ട്. അപ്പം തന്നെ ഞാൻ ഫാരിസ് ഖാനെ പറഞ്ഞു പഠിച്ചവനെ വീഡിയോ കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് വൈറലാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അല്ല, ഒരു പ്രതീക്ഷിച്ചതായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ ഒരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ രാവിലെ വിളിച്ചു, അപ്പോൾ ഉസ്താദ് വരാൻ വേണ്ടി പറഞ്ഞു. സെയ്ത്തിനെ കുറിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാം. ഇതിൻ്റെ ക്യാമ്പസുകളും ഒരുപാട് പിന്നെ പ്രീ ക്യാമ്പസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഹാനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഒരുപാട് ആളുകളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉമ്മാനെ കരയിച്ചിട്ടുള്ള, നമ്മളൊക്കെ കണ്ണിൽ ഈറണണിയിച്ചിട്ടുള്ള ഹാനിമോനാണ് കൂടെ ഉള്ളത്. അവരെ ഉമ്മിപ്പിയാണ്. മോൻ എന്താ ഇനി പറയാനുള്ളത്? ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന എത്തിയിട്ടുണ്ട് ഉമ്മച്ചിക്കും നിനക്കൊക്കെ വേണ്ടിയിട്ട്. എന്താ പറയാനുള്ളത്? പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും അല്ലാഹ് ഹൈറാക്കി തരട്ടെ. ഇൻഷാ അല്ലാ, ആമീൻ. ഉപ്പച്ചിനും ഉമ്മച്ചിനെയൊക്കെ കണ്ടു, വളരെ സന്തോഷമുണ്ട്. മോനൊക്കെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റിയാലും ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയാലും ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം. സൈത്തൂൻ ഇൻ്റർനാഷണൽ സ്കൂൾ ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ലേഡീസ് ക്യാമ്പസ്, ഗേൾസ് ക്യാമ്പസ്, അതുപോലെ തന്നെ ബോയ്സ് ക്യാമ്പസ് ഒക്കെ ആയിട്ടുള്ള. പിന്നെ എവിടെയൊക്കെ പഠിച്ചിരുന്നു ഇതിന് മുന്നേ? ഏതൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു? ഇതിന് മുന്നേ ഒരൊറ്റ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ, അൽബീർ കിനാശ്ശേരി പറഞ്ഞ. അൽബീർ കുറേ സ്ഥലത്തുണ്ട്. എന്നാലും ഞാൻ പഠിച്ചത് ഇവിടെ കോഴിക്കോടുള്ള അൽബീർ കിനാശ്ശേരി യതീംഖാന സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. അവിടെ ഇതേമാതിരി ഇസ്ലാമിക ഒരു മതത്തോട് ഉള്ളൊരു സ്കൂൾ തന്നെയാണ്, ഹോസ്റ്റലല്ല. അപ്പോൾ അവിടെ ഇതേമാതിരി പഠിച്ചു. 5ാം ക്ലാസ് വരെ പഠിച്ചു. LKG മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതിൻ്റെ ശേഷം അവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇൻഷാ അല്ലാ ഇനിയും ദീനീപരമായിട്ടുള്ള മേഖലകളിലും അല്ല രംഗങ്ങളിലും, അതുപോലെ തന്നെ ഭൗതികവും മതവിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിലും, പിന്നെ അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിലും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മോനായിട്ട് വളരട്ടെ. ഇനിയും ഒരുപാട് വിജയങ്ങളിലെത്താൻ സാധിക്കട്ടെ. എന്താണ് ഭാവിയിൽ ആവാനുള്ള ഒരു ആഗ്രഹം? എന്താണ് ഭാവിയിൽ ആകാൻ? ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? അതും മതത്തോട് നിസ്കാരം നോമ്പും അല്ലാത്തതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഡോക്ടർ ആവാനാണ്. വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അതേമാതിരി ഖുർആന് നല്ല ഖുർആൻ അതറിയാം. അപ്പോൾ അത് മുൻനിർത്തി കൊണ്ടുപോകാനും ഒരേ സമയം ഖുതുബ ഓതാനും ഇമാം വെക്കാനൊക്കെ ആവാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് താല്പര്യം. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഹനിമോനെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് സ്വർഗം പണിതിട്ടുള്ളൊരു പണിതു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ? അതാണ്. ഒരു പക്ഷേ പഠിച്ച റബ്ബ് പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കട്ടെ. പിന്നെ എല്ലാവിധ ആശംസകളും പറയുകയാണ്. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.